ആയത്തുള്ള അലി ഖമനയി ഇറാന്റെ വിപ്ലവ നേതാവാണ്. 1979 ഷിയ വിപ്ലവം നയിച്ച രണ്ടാമൻ. വിപ്ലവം നയിച്ച ആയത്തുള്ള റുഹുള്ള ഖമനയുടെ പ്രിയ ശിഷ്യൻ. വിപ്ലവാനന്തരം 1981 മുതൽ 89 വരെ ഇറാന്റെ പ്രസിഡന്റ്. റുഹുള്ളയുടെ മരണശേഷം 89 മുതൽ പരമോന്നത നേതാവ്. പ്രസിഡന്റ് ആയിരുന്ന കാലം കൂടി പരിഗണിച്ചാൽ കഴിഞ്ഞ 44 വർഷമായി അലി ഖമനയി ഇറാനെ നയിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയുടെ പിന്തുണയോടെ ഭരിച്ച മുഹമ്മദ് റേസ പാലവി എന്ന ഏകാധിപതിയെ മാറ്റാൻ വിപ്ലവം നയിച്ചതാണ് ഖമനയി. അലി ഖമനയുടെ ഇക്കാലത്തൊന്നും ഇറാനിൽ അങ്ങനെയൊരു ജനമുന്നേറ്റം ഉണ്ടായിട്ടില്ല. പരമാധികാരി എന്നാൽ അക്ഷരാർത്ഥത്തിൽ പരമാധികാരിയാണ് അലി ഖമനയി. ഇറാൻ സർക്കാരിന്റെ എല്ലാ വിഭാഗങ്ങളെയും തലപ്പത്താണ് സ്ഥാനം. ഖമനയി അറിയാതെ സർക്കാരിൽ ഒരു നാട പോലും അഴിയില്ലെന്നർത്ഥം. മന്ത്രിമാരെയും സെക്രട്ടറിമാരെയും മാത്രമല്ല, ജഡ്ജിമാരെ നിയമിക്കുന്നതും സൈനിക തലവന്മാരെ നിയമിക്കുന്നത് പോലും ഖമനയിയാണ്. എന്തിനേറെ, ദേശീയ മാധ്യമത്തിലെ നിയമനങ്ങൾ പോലും നടത്തുക പരമോന്നത നേതാവാണ്. അബ്സല്യൂട്ട് പവർ എന്ന ഇംഗ്ലീഷ് വാക്ക് വാച്യാർത്ഥത്തിൽ ശരിയാകുന്നത് ഇവിടെയാണ്. ഇനി ഇതുമാത്രമല്ല, പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ആരൊക്കെ മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നതും മറ്റാരുമല്ല. ലോകത്ത് മറ്റൊരു രാജ്യത്തും ഇത്രയും കേന്ദ്രീകൃതമായ അധികാരമുണ്ടാകില്ല. പഴയ രാജാക്കന്മാരുടെ കാലത്തെയൊക്കെ പരിഗണിച്ചാൽ ചക്രവർത്തിയാണ് ഇറാനിൽ അലി ഖമനയി.